എല്ലാവർക്കും നമസ്കാരം. ഓവർ സ്പീഡിങ്, അമിത വേഗതയിൽ മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നത് ഒരു കുറ്റകരമല്ല എന്നാണ് ഡൽഹി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു വിധി. അലക്ഷ്യമായിട്ടും ഉദാസീനമായിട്ടും വാഹനം ഓടിക്കുന്നതാണ് കുറ്റകരം. നമ്മുടെ ഈ കേരളത്തിലേക്ക് പോലീസ് സ്റ്റേഷനിൽ മോട്ടോർ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എഫ്ഐആറുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം, അലക്ഷ്യമായിട്ടും ഉദാസീനമായിട്ടും പ്രതി വാഹനം ഓടിച്ച് അങ്ങനെ തന്നെയാണ് നമ്മൾ എഴുതാറുള്ളത്. ഇവിടെ അമിത വേഗത ഡൽഹി ഹൈക്കോടതി പറയുന്നത് റോഡിൻ്റെ കിടപ്പ്, റോഡിൻ്റെ നേച്ചർ, റോഡിലെ തിരക്ക്, വാഹനത്തിൻ്റെ കണ്ടീഷൻ, ഇങ്ങനെയുള്ള സംഭവങ്ങളെ ആശ്രയിച്ചാണ് അപകടം സംഭവിക്കുന്നത് എന്നാണ്. പക്ഷേ അലക്ഷ്യമായിട്ടും ഉദാസീനമായിട്ടും ഒരാൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ അയാളെ മാത്രം ആശ്രയിച്ചിട്ടാണ് ആ അപകടം സംഭവിക്കുന്നത് എന്നാണ് അതിൻ്റെ ഫൈൻഡിങ്സ്. ഇത് 2012 നടന്നൊരു ഡൽഹിയിൽ നടന്നൊരു വാഹനാപകട കേസ് ഇത് പരിഗണിക്കുമ്പോഴാണ് അവർ ഈ അഭിപ്രായ പ്രകടനം നടത്തുന്നത്. 2012 ഒരു സർവീസ് സെന്ററിൽ നിന്നിരുന്ന ജോലിക്കാരൻ അവിടെ കൊണ്ടുവന്നൊരു കാർ എടുത്തുകൊണ്ട് പോയി. അവൻ 100-150 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ച് ഒരു വളവിൽ അവൻ്റെ കൺട്രോൾ പോവുകയും 2 പെഡസ്ട്രിയൻ ഇടിച്ച് അവർ സ്പോട്ടിൽ മരിച്ചു പോവുകയും ചെയ്തൊരു സംഭവം. 18 മാസത്തോളം അയാൾക്ക് ശിക്ഷ കിട്ടി. ആ കേസ് അയാളുടെ ഓവർ സ്പീഡിങ് ആണെന്നാണ് അന്വേഷണത്തിൽ തെളിവാകുന്നത്. പക്ഷെ അപ്പോൾ ഒരാളും പറഞ്ഞിട്ടില്ല ഇയാൾ അലക്ഷ്യമായിട്ടും ഉദാസീനമായിട്ടാണ് വണ്ടി ഓടിച്ചു വന്നിരുന്നതെന്ന് ആരും പറഞ്ഞില്ല. അത് അയാൾക്ക് ഗുണകരമായി. അയാളെ കോടതി വെറുതെ വിട്ടു, ആ ശിക്ഷ ഒഴിവാക്കി. 2 വർഷമാണ് സാധാരണ. നേരത്തെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് 2 വർഷമാണ് റാഷ് നെഗ്ലിജന്റ് ഡ്രൈവ് മൂലം ഒരാൾ മരണപ്പെട്ടാൽ കൊടുത്തിരുന്ന പണിഷ്മെന്റ്. ഇന്നിപ്പോൾ അത് BNS വന്നു കഴിഞ്ഞപ്പോൾ അത് 5 വർഷമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഓവർ സ്പീഡായിരുന്നു എൻ്റേത്, ഞാൻ അലക്ഷ്യമായിട്ടും ഉദാസീനമായിട്ടും വണ്ടി ഓടിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരും വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് 100-110 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കേണ്ട, നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. ഓക്കെ, വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.